LDF യോഗത്തിന് ശേഷം ഇപ്പോൾ കൺവീനർ വൈക്കം വിശ്വൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. മന്ത്രി ശ്രീ KM മാണി രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹം 1 കോടി രൂപയുടെ പ്രശ്നത്തിലാണ്. എന്നാൽ 10 കോടി രൂപ വാങ്ങിയ എക്സൈസ് മന്ത്രി അവിടെ നിൽക്കുകയാണ്. KM മാണിയുടെ കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം നടക്കുകയും ആ അന്വേഷണ റിപ്പോർട്ട് പോലും തെറ്റായ രീതിയിൽ കൈകാര്യം കുറ്റം ചെയ്തില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തെടുത്ത് കോടതി ഇടപെട്ടിട്ടാണ് മാണി ഈ രീതിയിൽ വരുന്നൊരു സ്ഥിതിയിലെത്തിക്കുക. എന്നാൽ ബാബുവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു സ്ഥിതിയില്ല. പ്രാഥമിക അന്വേഷണം മാത്രമായിട്ടത് ചുരുങ്ങി. മാണിയുടെ കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം ത്വരിത അന്വേഷണം അത് കൃത്യമായി നടപ്പാക്കി മാണി പുറത്തായെങ്കിൽ ബാബുവിനത് ആവശ്യമില്ല എന്ന് തീരുമാനിച്ചു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതിനുവേണ്ടിയുള്ള വാദങ്ങൾ ഉന്നയിക്കുകയാണ്. വളരെ വ്യക്തമായും 164-ാം വകുപ്പനുസരിച്ച് മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബാബുവിൻ്റെ പേരിൽ കേസെടുത്ത് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ചാൽ ബാബു പുറത്ത് നിൽക്കേണ്ടി വരും. ആ പുറത്ത് നിൽക്കാതിരിക്കാൻ ബാബുവിനെ സംരക്ഷിച്ച് നിർത്തുന്ന മുഖ്യമന്ത്രിയാണ്. ഏതഴിമതി നടത്തിയാലും മുഖ്യമന്ത്രി അതിൻ്റെ എല്ലാം ഒരു രക്ഷാകർത്താവായിട്ട് താൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പറയും. ആര് നടത്തിയാലും പറയുന്നൊരു സ്ഥിതിയിലാണ്. അവസാനം കാണുന്നത് ഒരു ക്രിമിനലുമായുള്ള ബന്ധത്തിൽ മുഖ്യമന്ത്രി തന്നെ 5.5 കോടി രൂപ വാങ്ങിയെന്നാണ്. കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്തൊരു സ്ഥിതിയാണ്. ഒരു മുഖ്യമന്ത്രി കസേരയെ നോക്കി അഴിമതിക്കാരനാണ് അവിടെ ഇരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നൊരു സാഹചര്യം വന്നിരിക്കുന്നു. അപ്പോൾ മോന്തായം വളഞ്ഞു 64 വളയുന്ന രീതിയിൽ വളരെ വ്യക്തമായ അഴിമതി ഒന്നിനു പുറകെ ഒന്നായി വന്നിരിക്കുന്നു. ഈ അഴിമതി എന്ന ക്യാൻസറിന് എതിരായി ജനങ്ങൾ മുന്നോട്ട് വരണം എന്നാവശ്യപ്പെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. കേരള സംസ്ഥാനത്തിൻ്റെ ഭരണം 5 വർഷമാകാൻ പോവുകയാണ്. കെടുകാര്യസ്ഥതയ്ക്കെതിരെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മേഖല അതല്ലാതെ വന്നിട്ടില്ല. 1,59,000 കോടി രൂപയുടെ കടമാണ് ഈ കാലയളവിൽ ഉണ്ടാക്കിത്തരാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുള്ളത്. ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളെല്ലാം നൽകാതിരിക്കുന്ന ഘട്ടത്തിലാണ് ഇതുപോലെ വമ്പിച്ച ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഏതെങ്കിലും ഒരു രംഗത്തല്ലാതെ വന്നിട്ടില്ല. ഇവർ വന്നു തൊഴിലെടുക്കുന്ന രംഗത്ത് വമ്പിച്ച തൊഴിലില്ലായ്മയുണ്ടായി. കമ്പനികൾ വ്യവസായശാലകൾ പൂട്ടിയിടുകയും പരമ്പരാഗത വ്യവസായങ്ങൾ തകർക്കുകയും ചെയ്തിരിക്കുന്നു. ഇതെല്ലാം നിരന്തരമായ ഒരു പ്രക്രിയയായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരമൊരു ഭരണം, ആ ഭരണം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട് ഇതിനു മുമ്പും അനുഭവിക്കാത്ത രീതിയിലുള്ള ഭരണ രംഗത്തെ എല്ലാ ദുശ്ചെയ്തികളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുപോലെയാണ് വിലക്കയറ്റം. കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നയവും അതിനോടനുബന്ധിച്ച് കേരള ഗവൺമെൻറ് എടുക്കുന്ന നയവും ഒരേ രീതിയിൽ വമ്പിച്ച വിലക്കയറ്റത്തിനിടയാവും. കേന്ദ്ര നയത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വിലക്കയറ്റം അതിരൂക്ഷമാകുമ്പോൾ കേരളത്തിൽ ഒരു ഗവൺമെൻറ് എന്ന രീതിയിൽ അത് ഇടപെടാൻ കഴിയണം. മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് വില പിടിച്ചു നിർത്താൻ കഴിയേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് ഇന്നുവരെ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. മാർക്കറ്റിൽ ഇടപെടുന്നു എന്ന് പറയുന്ന രംഗത്തും അഴിമതി മാത്രമായിട്ട് വരുന്നു. അതാണ് ആ ഇടപെടലിൻ്റെ ഒരു സ്വഭാവം. വേറെ മാർക്കറ്റിൽ ഇടപെടുന്നില്ല, വിലക്കയറ്റം ഉയർത്തിക്കൊണ്ടുവരുന്നൊരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വമ്പിച്ച വില ഉയർന്നു വന്നാലും ഇതൊരു പ്രശ്നമേ അല്ല എന്ന രീതിയിലാണ് ഗവൺമെൻറ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ UDF ഗവൺമെൻറ്റിൻ്റെയും BJP ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും
വർഗീയത, അഴിമതി, കെടുകാര്യസ്ഥത, വിലക്കയറ്റം എന്നിവയ്ക്കെതിരെ ശക്തിയായ പ്രക്ഷോഭം ഇടതുപക്ഷം സംഘടിപ്പിക്കും. ഇതിൻ്റെ ഭാഗമായി ഡിസംബർ 21, 20, 21, 22, 23 തീയതികളിലായി അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കും. ആ പൊതുയോഗങ്ങൾ ഏതൊക്കെ തീയതികളിൽ നടത്തുമെന്നുള്ള കാര്യം അതാത് ജില്ലാ കമ്മിറ്റികൾ തീരുമാനിക്കും. ഡിസംബർ 22-ാം തീയതി സംസ്ഥാന തലസ്ഥാനത്ത് നടക്കുന്ന പൊതുയോഗത്തിൽ പ്രതിപക്ഷ നേതാവും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കളായ കാനം രാജേന്ദ്രൻ, മാത്യു ടി തോമസ്, ഉഴവൂർ വിജയൻ, കടന്നപ്പള്ളി രാമേന്ദ്രൻ, സുരേന്ദ്രൻപിള്ള തുടങ്ങിയവർ പങ്കെടുക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തത് കാർഷിക രംഗത്തിൻ്റെ പ്രശ്നമാണ്. പ്രത്യേകിച്ച് റബ്ബറിൻ്റെ വിലയിടിവ് ഇന്ന് വരെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ വരികയാണ്. മുൻകാലങ്ങളിൽ രൂപയുടെ എണ്ണത്തിലാണെങ്കിൽ താണിരുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് രൂപയുടെ മൂല്യവും പോയി. ആ രീതിയിൽ വരുമ്പോൾ 248 രൂപ വരെ ഉണ്ടായിരുന്ന റബ്ബർ ഇപ്പോൾ 90-ൽ താഴെ രൂപയായിട്ട് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി റബ്ബർ കൃഷിക്കാരനാകെ തകർന്നു. അതിൽ പണിയെടുത്ത തൊഴിലാളികൾക്കാകെ പണിയില്ലാതായി. കേരളത്തിൻ്റെ സമ്പദ്സ്ഥിതി അപകടകരമായൊരു സാഹചര്യത്തിലോട്ടെത്തുന്നു. റബ്ബർ കൃഷി കേന്ദ്രീകരിച്ചിരിക്കുന്ന ചില മേഖലകളിൽ അവിടുത്തെ സമ്പദ്സ്ഥിതി തകർത്ത് ജീവിതത്തിൻ്റെ നാനാതുറകളിൽ അതിൻ്റെ ആക്രമണം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരുന്ന ആസിയൻ കരാറിൽ നാം ഒപ്പിടുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു ശ്രമം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരേണ്ടതാണ്. അവരിതുവരെ വന്നിട്ടില്ല. ഈ രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ചും അതിലുള്ള സൗകര്യങ്ങളെക്കുറിച്ചും കരാറിൽ ഒപ്പിട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യം ഉപയോഗിക്കാൻ തയ്യാറാകണമെന്ന് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെടുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ നയത്തിൽ മാറ്റം വരുത്തുന്നില്ല. പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് റബ്ബർ കൃഷിക്കാരനെ മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഉൾപ്പെടുത്തി റബ്ബറിനെ എന്തോ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിലൊന്ന് സൂചിപ്പിച്ചത് ഇറക്കുമതി ചുങ്കം കുറയ്ക്കുമെന്നാണ്. ഇറക്കുമതി ചുങ്കം ഏത് രീതിയിൽ എങ്ങനെ കുറയ്ക്കുമെന്ന് അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ ഇതിനകത്തെ ഓരോ അവാന്തര വിഭാഗങ്ങൾ എടുക്കുമ്പോൾ ഉൽപ്പന്നങ്ങളിൽ അതിലേതിന് ഇറക്കുമതി ചുങ്കം കുറയും, ഏതിന് കുറയാതിരിക്കും, അത് വ്യക്തമാക്കേണ്ടതാണ്. മാത്രവുമല്ല, ഇപ്പോൾ ടയർ കമ്പനിക്കാർക്ക് ആവശ്യത്തിലേറെ വരുന്ന റബ്ബർ ഇവിടെ ഡംപ് ചെയ്തിരിക്കുകയാണ്, വെളിയിൽ നിന്ന് ഇറക്കി. അപ്പോൾ അവർക്ക് കാലങ്ങളിലോട്ട് നിൽക്കാവുന്ന രീതിയിലെത്തി. വെള്ളം മുഴുവൻ ഒഴുകിക്കഴിഞ്ഞതിന് ശേഷം അണകെട്ടുന്നത് പോലെ കൃത്യമായിട്ട് ഇപ്പോൾ ഈ കുത്തക താല്പര്യങ്ങൾ സംരക്ഷിച്ചതിന് ശേഷം എടുക്കുന്നൊരു നടപടിയാണ്. എന്നാൽ പോലും ചെറിയ രീതിയിലെങ്കിലും ആശ്വാസം കിട്ടുമെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ അതൊന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, റബ്ബർ ബോർഡിൻ്റെ പ്രവർത്തനം ഇവിടെ നിർത്തിവെച്ചിരിക്കുകയാണ്. റബ്ബർ ബോർഡിൻ്റെ ചെയർമാൻ ഇപ്പോൾ ഇല്ല. ബോർഡേ ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. ഇവിടെ ആവർത്തന കൃഷിക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഒരാൾക്കും കൊടുക്കുന്നില്ല. ഒരാനുകൂല്യവും റബ്ബർ കൃഷിക്കാർക്ക് ഇല്ലാത്തൊരു സ്ഥിതി വരുന്നു. അങ്ങനെ പൂർണ്ണമായും കേരളത്തിലെ റബ്ബർ കൃഷിക്കാരെ തകർക്കുകയും റബ്ബർ കാർഷിക രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് ഗവേഷണവും മറ്റെല്ലാ രംഗങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന റബ്ബർ ബോർഡ് നിശ്ചലമാക്കുകയും ഒരുപക്ഷെ അത് കേരളത്തിന് ആവശ്യമില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലാണ് വരുന്നത്. അത് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അതിനുള്ള നീക്കങ്ങൾ വരുന്നു. വളരെ ശക്തിയായി ഈ നീക്കത്തിനെതിരായി റബ്ബർ കൃഷി കേന്ദ്രീകരിച്ച മേഖലകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച പ്രക്ഷോഭണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും തീരുമാനിച്ചിട്ടുണ്ട്. ആ പ്രക്ഷോഭണത്തിന് അതാത് സ്ഥലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർന്ന് ആ തീരുമാനങ്ങൾ എടുത്തായിരിക്കും മുന്നോട്ട് വരുന്നത്. അതനുസരിച്ച് അത്തരം പ്രക്ഷോഭണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഇന്ന് ഇതിന് തീരുമാനിച്ചിട്ടുള്ളൂ.
CD വിവാദത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനാവില്ല. അതിനകത്തെ ഒരു കക്ഷി CD കഥ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ CD കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. CD വെച്ച ബാക്കി എല്ലാം കിട്ടിയിട്ടില്ലെന്നാണ് പരാതി പറഞ്ഞത്. CD വന്നാലും വന്നില്ലെങ്കിലും CD പറഞ്ഞ വാചകങ്ങളാണെങ്കിൽ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്നിപ്പോൾ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഞങ്ങൾ ആ രീതിയിൽ ആ CD പുറകെ പോകുന്നില്ല. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായും ഈ സോളാർ കേസിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോ സമയത്തും തെറ്റിദ്ധാരണ വരുത്താറുണ്ട്. വമ്പിച്ച ബഹുജന പ്രക്ഷോഭങ്ങൾ ഉയരുകയും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സമരം പിൻവലിച്ചപ്പോൾ വമ്പിച്ച പരാജയമാണെന്ന് അടിച്ചേൽപ്പിച്ചു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഞാനായിരുന്നെങ്കിൽ പിൻവലിക്കുകയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കിന് അത്രയേ അർത്ഥമുള്ളൂ. പിന്നീട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും അതിൽ പെടില്ല എന്ന് പറഞ്ഞു. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ ഞാൻ തന്നെ കത്ത് കൊടുത്തു, ഞങ്ങളിതിനോട് സഹകരിക്കില്ല എന്ന് പറയാൻ കാരണം ഈ മുഖ്യമന്ത്രിയും ഓഫീസും ഇതിൽ ഉൾപ്പെടുത്തണമെന്നുള്ളതാണ്. കമ്മീഷൻ്റെ പ്രവർത്തനം വന്നു. ടേംസ് ഓഫ് റെഫറൻസ് അനുസരിച്ച് മുഖ്യമന്ത്രിയും അതുപോലെ ഓഫീസും വരുമെന്ന് പറഞ്ഞത് കമ്മീഷനാണ്. കമ്മീഷൻ അത് പറഞ്ഞതിനനുസരിച്ചുള്ള പ്രവർത്തനം നടത്തി. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ അതിനകത്ത് പരാതി ഉന്നയിച്ച മുഴുവൻ ആളുകളും പോയി, പ്രതിപക്ഷ നേതാവടക്കം ഞങ്ങളെല്ലാവരും പോയി മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ പല കാര്യങ്ങളിലും പുറത്തു വന്നു, പലതും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടത്തിയ സമരം ശരിയോ തെറ്റോ വിജയമോ എന്നുള്ളതെല്ലാം വ്യക്തമാകുന്ന രീതിയിൽ കമ്മീഷൻ്റെ രീതിയിൽ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ടും അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ക്രിമിനലുമായിട്ട് ബന്ധപ്പെട്ട് ആ ക്രിമിനലെ ചൂണ്ടി നിങ്ങൾക്കെങ്ങനെ പറയാൻ കഴിയുമെന്നൊക്കെ ചോദിച്ചു. ആ ക്രിമിനലിനെ കൂടെ ഇരുത്തി ആ ക്രിമിനലിനെ മണിക്കൂറുകളോ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കടുത്തോ താൻ ഗസ്റ്റ് ഹൗസിൽ വേണ്ടപ്പെട്ട അതിഥിയായി സ്വീകരിച്ച് മുന്നോട്ട് പോയ മുഖ്യമന്ത്രിയല്ല കുറ്റക്കാരൻ. അത് കണ്ടു പറഞ്ഞ ഞങ്ങളാണ് കുറ്റക്കാരെന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. വളരെ ബോധപൂർവമായിട്ടാണ് അത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്രിമിനലിനെ കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും അതിൽ നിന്ന് പങ്കുവറ്റുകയും ചെയ്തെന്ന് അയാൾ പറഞ്ഞാൽ അത് അതിൻ്റെ ഗൗരവത്തിൽ തന്നെ എടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അല്ല, മുഖ്യമന്ത്രിയുടെ പേരിൽ അങ്ങനെയുള്ള ഒരു അലിഗേഷൻ വരുമ്പോൾ ആ അലിഗേഷൻ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ഞങ്ങൾക്കാർക്കും ആഗ്രഹമില്ല. കേട്ട അലിഗേഷൻ എന്തായാലും അത് അലിഗേഷൻ ഉന്നയിച്ച ആളുകൾ ആ CD കൊടുക്കേണ്ടതാണ്. അതിവിടെ വന്ന അയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, കമ്മീഷനുണ്ടായ ഒരു വസ്തുതയാണ്. അതിനപ്പുറം അക്കാര്യത്തിൽ ഞങ്ങൾ നിൽക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. മറിച്ച് മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിനോട് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ രഹസ്യങ്ങൾ ഇന്നും സൂക്ഷിക്കുകയും ചെയ്യുന്നത്. ഇന്നും ആ രഹസ്യം മുഖ്യമന്ത്രി വെളിവാക്കിയിട്ടില്ല. മുഖ്യമന്ത്രി ഇപ്പോൾ അങ്ങനെയാണല്ലോ പലതിലും. ഞാൻ മുമ്പ് പറഞ്ഞ വർഗീയതയുടെ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലും മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ട് തൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് എത്ര ദിവസം എടുത്തു? പ്രധാനമന്ത്രി ഇവിടെ വന്ന് തിരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഒരു കത്ത് നാട് കാണുന്നത്. അതുവരെ അദ്ദേഹം അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ വെള്ളാപ്പള്ളി നടേശനെയും അതുപോലെ തന്നെ ശ്രീ മോഡിയെയും എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അതിന് തൻ്റെ മൗനമോ നിശബ്ദതയോ കൊണ്ട് സഹായിക്കുന്ന സ്ഥിതിയെടുത്ത മുഖ്യമന്ത്രി തന്നെ ഈ അഴിമതിയെയും അതുപോലെ തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ അഴിമതിയുടെ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലുണ്ടായിരുന്ന ഇപ്പോൾ സരിതയായാലും മറ്റുള്ളവരായാലും അത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം നമ്മുടെ സാംസ്കാരിക ലോകത്തിനൊക്കെ പ്രയോജനപ്പെടുന്ന ഒന്നല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒരു മുഖ്യമന്ത്രി വന്നാൽ ചെയ്യരുതാത്തതാണ്. ഇനി അതൊക്കെയല്ല ചെയ്തെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടെങ്കിൽ അത് അന്നേരം അഭിപ്രായം പറയാം. മുഖ്യമന്ത്രിയെ ക്ഷണിക്കാതിരുന്ന സംഭവത്തിൽ ആദ്യം ഒരുപക്ഷെ ആ സംഭവം പുറത്തു വന്നപ്പോൾ
പക്ഷേ ഇപ്പോൾ ഇന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അത് മാറ്റി പറഞ്ഞു. അതായത് ഉമ്മൻചാണ്ടി വെള്ളാപ്പള്ളിയിൽ തമ്മിലൊരു കൂടാലോചനയുടെ ഭാഗമാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടാക്കിയതെന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു നിലപാട് മാറ്റം. ഒരു നിലപാട് മാറ്റം ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ ആ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പൊതു പെൻഷനിൽ അധ്യക്ഷത വഹിക്കണമെന്ന് ക്ഷണിച്ചതിന് ശേഷം അദ്ദേഹത്തെ മാറ്റുന്നതായി കാണുന്നു. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് മാറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്, എന്ത് കുറവ് കൊണ്ടാണ്, എന്താണ് കുഴപ്പം, നിങ്ങൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മാറ്റിയെന്ന് ചോദിച്ചു. എന്നാൽ മുഖ്യമന്ത്രി അതിൽ പ്രതികരിക്കേണ്ടതിന് പകരം മുഖ്യമന്ത്രി നിശബ്ദമായി നിന്നുകൊണ്ട് അവർ ചെയ്ത നടപടികളെ എല്ലാം അനുകൂലിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ റോൾ എന്താണ് എന്ന് വിശദീകരിക്കാൻ കഴിയും. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ നിർവഹിക്കും. അതിനൊരു സംശയമില്ല. അക്കാര്യത്തിൽ ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസവുമില്ല. അല്ല, ഇതിന്റെ തൊട്ട് ഒരു സംശയം, ഇത് വെള്ളാപ്പള്ളിയും ഉമ്മൻചാണ്ടിയും തമ്മിലുണ്ടാക്കിയ ഒരു നാടകമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നു. അല്ല, അതിന് സംശയമല്ലോ ഉണ്ടോ? വെള്ളാപ്പള്ളി ഏതൊക്കെ തുറന്നു പറയുന്നില്ല. മുഖ്യമന്ത്രി തൻ്റെ പ്രതിഷേധം ആദ്യം തന്നെ പ്രധാനമന്ത്രി അറിയിക്കുമെന്ന് പറയുന്നു, അറിയിക്കുന്നില്ല. പിന്നെ പറയുന്നു നമ്മുടെ മന്ത്രിമാരെ എല്ലാം ഇവിടെ വിമാനത്താവളത്തിൽ ടെക്നിക്കൽ റൂം ടെക്നിക്കൽ ഏരിയയിൽ വെച്ച് അന്നേരം അനുവാദമുള്ളൂ. അത് തന്നെ ഒരു അപമാനിക്കുന്നതിന് തുല്യമാണ്. ആ കാണുന്ന സമയത്ത് ഞാൻ കത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. അന്നേരവും കത്ത് കൊടുക്കുന്നില്ല, പിന്നെയാണ് കത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിലെല്ലാം ചെയ്യുന്ന ഈ സമീപനം ഇതൊക്കെ കൂടി ഒരു ഒത്തുതീർപ്പിൻ്റെ ഒരു ശൈലിയല്ലേ? സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതിക്കും ജനവിരുദ്ധ നയങ്ങൾക്കും എതിരെ LDF കടുത്ത പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു. ഈ മാസം 24 മുതൽ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കും. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ വിവാദങ്ങൾ, പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ്, മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മറ്റൊരു പതിപ്പായിരുന്നു എന്നും LDF വിലയിരുത്തുന്നു.